96 പോയിന്റുമായി കോഴിക്കോടാണ്, തൊട്ടു പിന്നിൽ കണ്ണൂരുമുണ്ട്. ഈ കണ്ണൂരിന്റെ പോയിന്റ് വർദ്ധിപ്പിക്കുന്ന ഒരു അതിഥിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. പേരെന്താ മോളുടെ? സാദിയ മുബഷിർ. കണ്ണൂർ. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ. പേരെന്നോട് പറയാമോ? സാദിയ മുബഷിർ. സാദിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. കണ്ണൂര് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും കോഴിക്കോടിനെ മറികടക്കാം കണ്ണൂര്. അത്തരത്തിലാണ് മത്സരം മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെ ഇനത്തിലാണ് മോള് മത്സരിക്കുന്നത്? ഉറുദു പ്രസംഗം, ഉറുദു ഉപന്യാസം, ഉറുദു കവിതാരചന. 3 A ഗ്രേഡ് ഉണ്ട്. ഉറുദുവിലാണ്. ഉറുദുവിലൊരു മാസ്റ്ററാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എങ്ങനെയാ ഉറുദു പഠിക്കുന്നത്? ഉപ്പാക്ക് ഉറുദു അറിയാം, അതുകൊണ്ട് തന്നെ ഉപ്പ എന്നെ ഉറുദു ചെറുപ്പം മുതൽ ഉറുദു പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ 5ാം ക്ലാസ് മുതൽ ഉറുദുവാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ പഠിപ്പിച്ച UP ടീച്ചർ, സുഷമ ടീച്ചർ ആയാലും ഇപ്പം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉറുദു മാഷ് ആദിൽ സാറായാലും എല്ലാവരും എനിക്ക് ഉറുദു നല്ല രീതിയിൽ പഠിപ്പിച്ച് തരികയും അതിൻ്റെ ട്രെയിനിങ് ഒക്കെ തരികയും ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നിവിടെ. ഈ ഉറുദു പ്രസംഗത്തിൽ നിമിഷ പ്രസംഗമാണ് 5 മിനിറ്റ് മുമ്പ് വിഷയം? അതെ, 5 മിനിറ്റ് മുന്നെയാണ് വിഷയം തരാം. അപ്പോൾ ആ ലാംഗ്വേജിൽ നല്ല ഗ്രാഹ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ ഈ നിമിഷ പ്രസംഗത്തിലൊക്കെ ശോഭിക്കാൻ പറ്റുള്ളൂ. എന്തായിരുന്നു ഇത്തവണത്തെ വിഷയം? അതായത് കൗമി യജ്ഹത്തിമെ ഉറുദു കാ റോൾ. അതിൻ്റെ അർത്ഥം വരുന്നത് നമ്മളെ ദേശീയ ഐക്യത്തിൽ ഉറുദുവിൻ്റെ പങ്ക്. ദേശീയ ഐക്യത്തിലെ ഈ ഭാഷ, ഉറുദു ഭാഷയുടെ പങ്ക് എന്നതായിരുന്നു. അതിൽ പ്രസംഗിച്ചൊരു കുറച്ച് സംസാരിക്കാൻ പറ്റുമോ? സ്റ്റേജിൽ പറയുന്ന അത്ര വൃത്തിയിൽ ഞാൻ പറയില്ല, എന്നാലും ഞാൻ 2 പോയിന്റ്സ് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് ഉറുദു എന്ന് പറയുന്ന ഭാഷ ആ ഒരു സ്റ്റൈലിൽ പറയാം. ഉറുദുവിൽ തന്നെ പറയണോ? काबिल एहतराम सदर इजलास मोअज़्ज़ज़ सामीन इकराम, आप सबको मेरी तरफ से आदाब. खाकसार की तकरीर का उन्वान है कि कौमी यकजहती में उर्दू. उर्दू ज़बान हिंदुस्तान की ज़बान है. वो हिंदुस्तान में हिंदुस्तान की राजधानी दिल्ली में पैदा हुई. हिंदुस्तान कौमी यकजहती में बहुत बड़ा रोल अदा किया है. हिंदुस्तान में कई उर्दू के शायरे हैं जो हिंदुस्तान के लोगों के अंदर कौमी यकजहती में पैदा हुए. उसमें एक है हमारे अल्लामा इकबाल, उर्दू की मशहूर शायर, अपने कौमी तराना में कहता है कि मजहब नहीं सिखाता आपस में बैर रखना. हमें कोई मजहब ये नहीं सिखाता कि हम आपस में बैर रखना चाहिए. ये सब शेर हमें आपस में कौमी यकजहती का जज्बा पैदा होते हैं. और यही नज़्म वो कहता है कि सारे जहां से अच्छा हिंदू सिता हमारा, हम बुलबुले हमारा. താങ്ക് യു സോ മച്ച്. ഉറുദു പ്രസംഗം മാത്രമല്ല, ഉറുദു ഉപന്യാസം അതിലെന്തായിരുന്നു വിഷയം? समाज की तरक्की में औरतों का रोल. അതായത് സമൂഹത്തിന്റെ പുരോഗതിയിൽ സ്ത്രീകളുടെ പങ്ക്. ഇത്തവണത്തെ കലോത്സവത്തിൽ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന വിഷയങ്ങൾ പലപ്പോഴും മത്സരത്തിന്റെ ഇത്തരം രചനാ മത്സരങ്ങളുടെ ഒക്കെ തന്നെ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. പല ആളുകളും ഈ മോണാക്ട് പോലെയുള്ള മത്സരങ്ങൾക്കൊക്കെ തന്നെ അത്തരം വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഉറുദുവിലും ഉറുദു ഉപന്യാസ രചനയിലും സമാനമായ രീതിയിലുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. വേറെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഉറുദു കവിതാരചന. കവിതയും എഴുതുമോ? കവിത പാടുമോ? ചൊല്ലുവോ? കവിത എഴുതും. കവിത മലയാളം കവിത എങ്ങനെയാണ്? കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു മലയാളം കവിത ചൊല്ലുവോ? ഇല്ല. പാട്ട് പാടുവോ? പാട്ട് പാടാറുണ്ട്. ഓക്കെ, എന്നൊരു പാട്ടായി. ഏത് ലാംഗ്വേജ്? നിന്ന് മലയാളം പാടാം. കർണികാരതീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കളിവഞ്ചി പാട്ടായി, ശരത്കാല മേഘങ്ങൾ കലഹംസത്തിരയായി, ശശിമുഖി നിനക്കെന്റെ സന്ദേശം വരവായി. ചുമയും ജലദോഷം. കുട്ടിക്ക് ചുമയും ജലദോഷം അത് ഇവിടെ വരുന്ന മിക്കവർക്കും ഉണ്ട്. ഈ ഡസ്റ്റിന്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ മേക്കപ്പ് ചെയ്ത കുട്ടികൾക്കൊക്കെ നമ്മൾ കണ്ടു അത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ലൈറ്റ് മ്യൂസിക് അല്ലേ, ഇത് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. പണ്ട് ദൂരദർശനിലൊക്കെ ഈ ഗാനം നമ്മൾ ഒരുപാട് കേട്ടാണ്. ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ എനിക്കുണ്ടായി. എന്തായാലും താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് ഒക്കെ?
റിസൾട്ട് ഫുൾ എ ഗ്രേഡ് കിട്ടിയപ്പോൾ സന്തോഷം തന്നെ വളരെയധികം നല്ല. 3 ഐറ്റത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവമാണ്. അതിൽ 3 ഐറ്റത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് വാങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോള്. താങ്ക് യു സോ മച്ച് കേരള വിഷനോടൊപ്പം ചേർന്നത്. ഹരിത, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മത്സരാർത്ഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ രാവിലെ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നിരവധി ആളുകൾ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിവിടെ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. 1ാം വേദിയിൽ ഇപ്പോൾ നാടോടി നൃത്ത മത്സരമാണ്. അതിനുള്ള കോള് വിളിച്ചു കഴിഞ്ഞു. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും ആ വിശേഷങ്ങളാണ് ഇനി അടുത്തതായിട്ട് ഉള്ളത്. ഇനി സ്റ്റുഡിയോയിലെ വിശേഷങ്ങളിലേക്ക് ഹരിത. ഈ കലോത്സവ വേദിയിലെ ചില വിശേഷങ്ങൾ കണ്ടുവരാം. സമയം